ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമുക്കൊരു സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി നോക്കിയാലോ കേക്കിൻ്റെ. ഇത് പൈനാപ്പിൾ ഫ്ലേവറുള്ളൊരു കേക്കാണ്. നമുക്കിത് ഫ്ലേവർ നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. വാനില ആയാലും പൈനാപ്പിൾ ആയാലും കുഴപ്പമില്ല. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, ഓവനൊന്നും വേണ്ട. അതുപോലെ മിക്സിയുടെ ജാറിലാണ് ഞാൻ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. അതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ്. ഈ പൈനാപ്പിൾ എസൻസ് ആയതുകൊണ്ട് 1/2 ടീസ്പൂണോ 3/4 ടീസ്പൂണോ മതി, അല്ലെങ്കിൽ ഭയങ്കര ഒരു കുത്തലായിരിക്കും നമുക്ക്, അത് വേണ്ട. അപ്പം വാനില ആണെങ്കിൽ 1 ടീസ്പൂൺ ഒഴിക്കണം. പൈനാപ്പിൾ എസൻസ് ആകുമ്പോൾ കുറച്ച് മതി. അപ്പോൾ 1/2 ടീസ്പൂണോ 3/4 ടീസ്പൂണോ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിൻ്റെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. നല്ലപോലെ അടിക്കണം കേട്ടോ. ഇനിയിപ്പോൾ മുട്ട നമ്മൾ ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ തണുപ്പ് വിടണ വരെ ഒന്ന് അടിച്ച് എടുക്കണം. ഇനി അതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര അത് ഇട്ടിട്ട് ഒന്നും കൂടെ 1-1.5 മിനിറ്റോളം അടിച്ചെടുക്കാം. പഞ്ചസാര മുഴുവൻ നമ്മൾ പൊടിക്കാതെ ചേർക്കണം. അപ്പോൾ അതൊന്ന് മിക്സ് ആവണം. അപ്പോൾ ഒരു 2 മിനിറ്റ് ആയാലും കുഴപ്പമില്ല, നന്നായി അടിച്ചെടുക്കുക. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ചേർത്തത്. അത് വെളിച്ചെണ്ണയൊന്നും ചേർക്കരുത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇനി ഒരുപാട് അടിക്കരുത്, ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അതിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ചേർത്തെടുക്കണേ. എല്ലാം കൂടെ ജസ്റ്റ് 1-2 പ്രാവശ്യം ഒന്ന് കറക്കിയെടുക്കുക. എല്ലാം ഒന്ന് മിക്സ് ആവണം. ആ സൈഡിലൊന്നും ഇങ്ങനെ ഇരിക്കണത് കാണരുത് കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് മിക്സ് ആവണ പോലെ 1-2-3 പ്രാവശ്യം നമ്മൾ കറക്കിയെടുത്താൽ മതി. അപ്പോഴേക്കും അത് മിക്സ് ആയിട്ടുണ്ടാവും. അതിലേക്കൊരു 1/2 ടീസ്പൂൺ വിനെഗറും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ, ഈ മുട്ടയുടെ മണമൊക്കെ ഒന്ന് പോകാനായിട്ട്. ആ വിനെഗറും കൂടെ ഒന്ന് ഒഴിച്ചാൽ, എന്നിട്ട് ഇതുപോലെ തന്നെ ഒരു 2-3 പ്രാവശ്യം ഒന്ന് ട്രിഗർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. വേറെ പണിയൊന്നുമില്ല, ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബേക്ക് എടുക്കാനായിട്ട് ഒരു ട്രേ എടുക്കുക, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചാലും മതി. ഇപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാത്തവരൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എളുപ്പത്തിന് ഇങ്ങനെ പറയണം കേട്ടോ. കുറച്ച് മൈദ അതുപോലെ എല്ലായിടത്തും ആക്കി കൊടുക്കുക. അതിന് ശേഷം ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ട. കുറേ ഓയിൽ ഒഴിച്ചാലും ചിലപ്പോൾ അത് കരിഞ്ഞു പോകും. അപ്പോൾ ഒരുപാട് ഓയിൽ വേണ്ട. ഈ മൈദ ഒന്ന് പിടിക്കാനുള്ള ഓയിലൊന്ന് എല്ലായിടത്തുമായിട്ട് സ്പ്രെഡാക്കിയിട്ട് ഇതുപോലെ മൈദയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തേച്ച് ഇതുപോലെ തട്ടി കൊടുത്താൽ മതി. അപ്പോൾ അത് അവിടെ പിടിച്ചോളും. ഇനി ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ബേക്ക് ചെയ്തെടുക്കാം. ഇതിൽ എയർ ബബിൾസ് ഒന്നും വരാതിരിക്കാനായിട്ട്, അപ്പോൾ നമ്മുടെ കേക്ക് നല്ല ഭംഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ബബിൾസ് കളയാൻ വേണ്ടിയിട്ട് നമ്മളൊരു പപ്പടക്കോല എന്തെങ്കിലും എടുത്താൽ മതി. അതെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് വെക്കാം. ഇതാണ് നമ്മുടെ പാത്രം. ഓവന് പകരം നമ്മൾ ഇങ്ങനത്തെ പാത്രം യൂസ് ചെയ്യണം. അപ്പോൾ അതൊന്ന് ചൂടാക്കുക. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കിയിട്ട് പിന്നെ ബാറ്റർ വയ്ക്കുക. ബാറ്റർ വെച്ചതിന് ശേഷം വളരെ സിമ്മിലിട്ട് കൊടുക്കുക. അരമണിക്കൂർ കഴിയുമ്പോൾ ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ടാവും. ഇനി ആയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് എങ്ങാനും 5-10 മിനിറ്റ് കുറച്ചും കൂടെ 5 മിനിറ്റും കൂടെ വെച്ച് നോക്കിയാൽ മതി. അപ്പോഴേക്കും ആയിക്കോളും. ഇതേപോലെ തന്നെ വെക്കുക. എന്നിട്ടിങ്ങനെ കുത്തി നോക്കിയിട്ട് ഒരിക്കലും പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കേക്ക് എടുക്കുക കേട്ടോ. ഇതിങ്ങനെ ഒരു കത്തി വെച്ച് സൈഡൊക്കെ ആക്കി ഇങ്ങനെ കേക്ക് തട്ടിക്കൊടുത്താൽ കേക്ക് കിട്ടി, നമ്മുടെ കയ്യിൽ കിട്ടി. അപ്പോൾ അടിപൊളി കേക്കാണ്. അപ്പോൾ എല്ലാവരും വേഗം ട്രൈ ചെയ്തോ. അപ്പോൾ താങ്ക് യു.